കൊടും കുറ്റവാളി ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം ഉദ്യോഗസ്ഥരുടെ വീഴ്ച കൊണ്ട് സംഭവിച്ചുവെന്ന് അക്കമിട്ട് നിരത്തുന്നതാണ് ഉത്തരമേഖല ജയിൽ ഡിഐജിയുടെ അന്വേഷണ റിപ്പോർട്ട്. ജയിലിലെ സെല്ലുകളിൽ ഉദ്യോഗസ്ഥർ കൃത്യമായ പരിശോധന നടത്തുന്നില്ലെന്ന് അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. മാസങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഗോവിന്ദചാമി തടവ് ചാടിയത് ഇതിന് തെളിവാണ്. സെല്ലിലെ കമ്പികൾ മുറിച്ചത് അറിയാതിരുന്നത് ഉദ്യോഗസ്ഥർ പരിശോധിക്കാത്തതുകൊണ്ടാണ്. സെല്ലിനുള്ളിൽ തുണികൾ ശേഖരിച്ചു വെച്ചതും കണ്ടെത്താനായില്ല. ജയിൽ ചാടിയ ദിവസം രാത്രിയിൽ സെല്ലുകളിൽ പരിശോധന നടന്നിട്ടില്ല. 2 മണിക്കൂർ ഇടവിട്ട് സെൽ പരിശോധന നടത്തണമെന്ന ചട്ടമാണ് ലംഘിക്കപ്പെട്ടത്. സെൽമുറിയിൽ കണ്ട ഡമ്മി ഗോവിന്ദചാമിയാണെന്ന് തെറ്റിദ്ധരിച്ച് ഉദ്യോഗസ്ഥർ എണ്ണം കൊടുത്തു. ഇത് ഗുരുതര വീഴ്ചയാണെന്നും ഡിഐജി റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു. ഇക്കാര്യത്തിൽ അസിസ്റ്റന്റ് ജയിൽ സൂപ്രണ്ടിനടക്കം വീഴ്ച സംഭവിച്ചുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മാത്രമല്ല, ഉദ്യോഗസ്ഥ തലത്തിൽ സംഭവിച്ച വീഴ്ച ന്യായീകരിക്കാനാവില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഗോവിന്ദചാമിക്ക് ജയിൽ ചാടാൻ ആരുടെയും സഹായം ലഭിച്ചിട്ടില്ലെന്നാണ് ഡിഐജിയുടെ കണ്ടെത്തൽ. അകത്തും പുറത്തും സഹായം ലഭിച്ചിരുന്നെങ്കിൽ ഗോവിന്ദചാമിക്ക് വേഗത്തിൽ ജയിലിന് പുറത്തെത്താൻ കഴിയുമായിരുന്നു. അതുകൊണ്ടാണ് സെല്ലിൽ നിന്ന് പുറത്തിറങ്ങിയ ഗോവിന്ദചാമിക്ക് കൂടുതൽ സമയം ജയിൽ കോമ്പൗണ്ടിൽ ചെലവഴിക്കേണ്ടി വന്നതെന്നും റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നു. ജയിൽ ഡിഐജി സമർപ്പിച്ച റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് കൈമാറും. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകും. ജയിൽ ചാട്ട ദിവസം രാത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 4 ജീവനക്കാരെ ഇതിനകം സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.